നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ബബേഷ്യോസിസ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. നായകളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് ബബേഷ്യോസിസ് അഥവാ ചെള്ളുപനി. വളർത്തുമൃഗങ്ങളിൽ മരണം വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബ്ലഡ് പ്രോട്ടോസോവയാണ് ഈ ബബേഷ്യ. മുൻപ് നമ്മൾ കന്നുകാലികളിലെ ബബേഷ്യോസിസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പെറ്റ്സിനെ വളർത്തുന്നവർ ഇന്ന് പ്രധാനമായിട്ടും നേരിടുന്ന ഒരു രോഗമാണ് ഈ ബബേഷ്യോസിസ്. നായ്ക്കൾ ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞു വരികയും അതുപോലെ തളർന്നു കിടക്കുന്നത് പോലെയൊക്കെ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ അത് ബബേഷ്യോസിസിന്റെ രോഗലക്ഷണങ്ങളാകാം. ഇത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇത് ബ്ലഡിലെ RBCയെയും അതുപോലെ WBCനെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ അത് ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെയും ബാധിക്കും. ഇനി രോഗവ്യാപനം എങ്ങനെയാണെന്ന് നോക്കാം. ചെള്ളുകള്, പട്ടുണികള് തുടങ്ങിയവ കടിക്കുന്നതിലൂടെയാണ് രോഗവ്യാപനം നടക്കുന്നത്. പട്ടുണികൾ നായയുടെ ശരീരത്തിലെ രക്തം ഊറ്റി കുടിക്കുമ്പോൾ രോഗാണുക്കൾ നായയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ബ്ലഡിനെ ബാധിക്കുന്ന ഒരു അസുഖമാണിതെന്ന് മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളിൽ ഒന്നാണ് വിളർച്ച, പനി, അതുപോലെ അലസത, വിശപ്പില്ലായ്മ, സന്ധിവീക്കം, ചുമ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, വയറുവേദന, ഛർദി, മുഖത്തും കൈകാലുകളുടെ അറ്റത്തും നീർക്കെട്ട്, അതുപോലെ മഞ്ഞപ്പിത്തം, ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കട്ടൻകാപ്പിയുടെ നിറത്തിൽ മൂത്രം പോവുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. പിന്നീട് രോഗം കൂടുമ്പോൾ അത് കരൾ, വൃക്ക തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കും. തുടർന്ന് മരണം വരെ സംഭവിക്കും. മുകളിൽ പറഞ്ഞതരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറുടെ സഹായം തേടുക. അതുപോലെ തന്നെ രക്തപരിശോധന നടത്തുക. വിളർച്ച കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ രോഗത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ നോക്കാം. രോഗം വരാതെ സൂക്ഷിക്കുക എന്നാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. അതുപോലെ തന്നെ ചെള്ള്, പട്ടുണി തുടങ്ങിയ ബാഹ്യപരാധങ്ങൾക്കെതിരെയായിട്ടുള്ള മരുന്നുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങി ഉപയോഗിക്കുക, യഥാസമയം യൂസ് ചെയ്യുക. പിന്നെ RBC നശിക്കുന്നതിന് മൂലം വിളർച്ച തടയാൻ ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അഥവാ രക്തം നൽകേണ്ടതായിട്ട് വരും. നായകളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ ചെള്ളുകൾ, പട്ടുണി മുതലായവ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. യഥാസമയം കോംബ് ചെയ്ത് ഒരെണ്ണം പോലും ഒരു പട്ടുണി ദേഹത്തുണ്ടായാൽ മതി ഈ ഒരു ബബേഷ്യോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ഡെയിലി ഗ്രൂമിങ് ചെയ്യുക. മലിനമായ അന്തരീക്ഷത്തിൽ കഴിയാൻ അനുവദിക്കരുത്. എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു രോഗം വരാതെ സൂക്ഷിക്കാം. ഞങ്ങളുടെ മാഷയ്ക്ക് ഒരു തവണ ഈ ഒരു ടിക് ഫീവർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിൻ്റെ രോഗലക്ഷണം. അവളുടെ മുഖവും ദേഹമൊക്കെ ആകെ നീര് വന്ന് വീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തീറ്റയെടുപ്പ് കുറവായിരുന്നു, പനി ഉണ്ടായിരുന്നു, അങ്ങനത്തെ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഛർദി, വോമിറ്റിംഗ് അധികം ഉണ്ടായിരുന്നില്ല. മൂത്രത്തിന് കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 5 days ആൻറ്റിബയോട്ടിക്കും അതിൻ്റെ കൂടെ ബാക്കി സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആൾ റിക്കവറായി ഓക്കെ ആയത്. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല. അവളുടെ ശരീരത്തിൽ അങ്ങനെ ടിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീറ്റ എടുക്കാണ്ടായപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഒരു ചെള്ളിനെ ദേഹത്തു നിന്ന് കിട്ടി. അപ്പോൾ അതാണ് പറയുന്നത്, ഒരെണ്ണെങ്കിലും ഉണ്ടായാൽ മതി ഈ ഒരു അസുഖം നായ്ക്കളിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഫാമിൽ പശുക്കളുണ്ട്. അപ്പോൾ അവരുടെ ദേഹത്തു നിന്നായിരിക്കണം ഇവൾക്ക് കിട്ടിയത്. കാരണം ഇവൾ അങ്ങനെ നമ്മൾ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ ഇറക്കി നടത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വണ്ടർ വേൾഡ് ഓഫ് പെറ്റിൻ്റെ ഇൻസ്റ്റാ പേജിലൂടെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക.